എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മത്സര പരീക്ഷകളിൽ ഈ അടുത്ത കാലത്തായി ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന PSC പരീക്ഷകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളും ആ വിളകൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും ഇവയുടെ സ്ഥാനങ്ങൾ ഏവ എന്നൊരു ചോദ്യം നമ്മൾ ആവർത്തിച്ച് കാണാറുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില വിളകളും അവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി നെല്ലാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ, പിന്നെ പഞ്ചാബ്, പിന്നെ UP, പിന്നെ ആന്ധ്ര, പിന്നെ ബീഹാർ. അതാണ് നെല്ലിൻ്റെ കാര്യത്തിൽ. ഇനി ഗോതമ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് എന്നിങ്ങനെയാണ് ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ എന്നുള്ള ക്രമം വരുന്നത്. അടുത്തതായി തിനവിളയാണ്. തിനവിള ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ ഓർഡറിലാണ്. ഈ തിനവിളയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിളയാണ് ജോവർ എന്ന് പറയുന്നത്. ജോവർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ടാണ്. മറ്റൊരു വിളയാണ് ബജ്ര എന്ന് പറയുന്നത്. ബജ്ര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇനി ചോളത്തിൻ്റെ കാര്യത്തിൽ കിടക്കാം. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. അടുത്തൊരു കാര്യം പയർ വിളകളുടെ ഉൽപ്പാദനമാണ്. പയർ വിളകളുടെ കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പയർ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ്. ഇനി കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, പിന്നെ മഹാരാഷ്ട്രയും കർണാടകയും. മറ്റൊന്ന് ഓയിൽ സീഡ്സ് ആണ്, അതായത് എണ്ണക്കുരുക്കൾ. അവയുടെ ഉൽപ്പാദനത്തിലെ സംസ്ഥാന ക്രമം നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇനി നമുക്ക് കുറച്ച് ഫലങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമതായി മാങ്ങ. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളാണ് മാങ്ങ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അടുത്തത് ഓറഞ്ച് മഹാരാഷ്ട്രയും മേഘാലയയുമാണ്. പിന്നെ നമ്മുടെ വാഴപ്പഴം, ബനാന, അതായത് കേരളം, മിസോറാം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി അടുത്തത് തേയില. ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ഇനി കാപ്പിയുടെ കാര്യത്തിൽ കർണാടക, കേരളം, തമിഴ്നാട്, അതായത് 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണെന്ന് ശ്രദ്ധിക്കുക. ഇനി റബ്ബറിൻ്റെ കാര്യത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങൾ തന്നെ. ഇത് കാപ്പിയുടെ കാര്യത്തിൽ പോലെ തന്നെ, പക്ഷേ ഓർഡർ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇനി അടുത്തത് പരുത്തിയാണ്. പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിലായിട്ടാണ്. പരുത്തി പോലെ തന്നെ മറ്റൊരു വസ്തുവാണ്, നമ്മൾ വസ്ത്രങ്ങളും മറ്റും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് ചണം എന്ന് പറയുന്നത്. വസ്ത്രങ്ങൾ അതിനപ്പുറത്തേക്ക് ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചണത്തിൻ്റെ കാര്യത്തിൽ പശ്ചിമ ബംഗാളാണ് മുന്നിൽ. അതിനെ തുടർന്നിട്ട് വരുന്ന സംസ്ഥാനങ്ങൾ ബീഹാറും ആസാമുമാണ്. ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില വിളകളും അവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത കാലത്തായി ഒരുവിധപ്പെട്ട ചോദ്യപേപ്പറുകളെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, വായിച്ച് പഠിക്കുക, അപ്ഡേഷൻസ് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും മാർക്ക് ഉറപ്പിക്കാൻ പറ്റും.